നമസ്കാരം. സ്പന്ദനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ആംസ് ആണ്. ആംസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് മേജറായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ബൈസ്, ട്രൈസ് എന്ന വർക്കൗട്ടാണ്. അപ്പോൾ ഈ ബൈസെപ്സ് എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. കാരണം ഒരു ജിമ്മൻ എന്ന് എല്ലാവരും വിചാരിക്കുന്നത് കൈ വലുതാവുക, ബൈസെപ്സ് ഉള്ളവനാണ് ജിമ്മൻ എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഓൾമോസ്റ്റ് മിക്കവർക്ക് ഇഷ്ടപ്പെട്ട വർക്കൗട്ടായിരിക്കും ഈ ബൈസും ട്രൈസും. കാരണം ഈ കൈ വലുതാകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും, ഭയങ്കര നല്ലതാണെന്ന് എല്ലാവർക്കും ഭയങ്കര ഇതുണ്ട്. അപ്പം ജിമ്മിലായാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്ത് മിസ് ചെയ്തില്ലെങ്കിലും ബൈസും ട്രൈസും ഉറപ്പായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ചുമ്മാ കയറി ബൈസും ട്രൈസും അങ്ങ് ചെയ്യാൻ പറ്റും. നമ്മൾ കുറേ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ഏതൊരു വർക്കൗട്ട് ചെയ്യും മുമ്പ് നമുക്ക് വാമപ്പ് ആവശ്യമാണ്. ഇപ്പോൾ കുറേ പേര് വാമപ്പ് ഇല്ലാതെ കയറി വർക്കൗട്ട് ചെയ്യുന്നവരുണ്ട്. ഈ വാമപ്പ് ചെയ്ത വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ ഇഞ്ചുറി പെട്ടെന്ന് വരും. അപ്പോൾ വാമപ്പ് നമ്മൾ ഏതൊരു വർക്കൗട്ടും ആയാലും നമ്മൾ ജനറൽ ആയിട്ടുള്ള വാമപ്പെങ്കിലും മാക്സിമം നമ്മൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് വാമപ്പിലേക്ക് കിടക്കാം. നമ്മൾ ആംസ് ഡേയിൽ ബൈസെപ്സും ട്രൈസെപ്സുമാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ബൈസെപ്സിൻ്റെ 3 വർക്കൗട്ട് ചെയ്തതിന് ശേഷമാണ് ട്രൈസെപ്സിൻ്റെ 3 വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എല്ലാ വർക്കൗട്ടിലും ഞാൻ ഓരോ ട്രെയിനേഴ്സും ഓരോ റെപ്സും ഓരോ സെറ്റ്സും വ്യത്യാസം കാണും. അപ്പോൾ ഞാൻ കൊടുക്കുന്ന സെറ്റ്സിലെന്ന് പറഞ്ഞാൽ 20, 15, 12 അങ്ങനെ ആയിരിക്കും. ഞാൻ എല്ലാ സെറ്റിലും പൊതുവേ അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബൈസെപ്സ് ഡംബൽ ഓൾട്ടർനേറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓൾട്ടർനേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ കൈ മാറി മാറിയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈസെപ്സിൽ നമ്മൾ പൊതുവേ നമ്മൾ ഈ ഇത്ര പോർഷൻ നമ്മളവിടെ സ്റ്റേബിൾ ആയിരിക്കും. ബാക്കി നമ്മൾ ഇത്രയും വരുന്ന ഈ പോർഷൻ മാത്രം മൂവ് ആയിക്കൊണ്ടിരിക്കും. ബാക്കിയെല്ലാം അവിടെ സ്റ്റേബിളായിട്ട് ഇത്രയും പാർട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റേബിളായിട്ടിരിക്കുക. ബാക്കി ഫുള്ള് ഇത് ചെയ്യുക. ഫുള്ള് നമ്മൾ കൈ അതും ഫുള്ള് സ്ട്രെയിറ്റ് ചെയ്യണം. അടുത്ത സെറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ പറ്റുമെങ്കിൽ നമ്മൾ വെയിറ്റ് കൂട്ടി ചെയ്യുക എന്നും പറഞ്ഞ് നമ്മൾ ആവശ്യമില്ലാത്ത വെയിറ്റ് എടുത്ത് പ്രോപ്പർ ഫോമും എല്ലാം മാറ്റി തെറ്റായിട്ട് എങ്ങനെയെങ്കിലും ചെയ്യണമെന്നല്ല. നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റണ വെയിറ്റ് നമ്മൾ കറക്റ്റ് പ്രോപ്പർ നമ്പറിലും പ്രോപ്പർ ഫോമിലും ചെയ്യാൻ നോക്കുക. നമുക്ക് അടുത്ത സെറ്റിലേക്ക് കിടക്കാം. നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് എന്ന് പറയുന്നത് കേബിൾ സ്ട്രെയിറ്റ് ബാർ കേളാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേതുപോലെ തന്നെ ഇതിന് നമ്മൾ ഡംബലിൽ പറഞ്ഞതുപോലെ ഇത്രയും പോർഷൻ മാത്രമേ നമുക്ക് മൂവ്മെൻറ്റ് വരാവൂ. ബാക്കി അവിടെ സ്റ്റേബിളായിട്ട് നിൽക്കുക. അതും ഫുള്ള് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്യാൻ നോക്കുക. ഇതിൽ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഈ റിസ്റ്റ് ഇട്ട് ഇത് മൂവ്മെൻറ്റ് വരാൻ നോക്കരുത്. എന്നാൽ റിസ്റ്റ് ഇഞ്ചറി വരും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് എപ്പോഴും റിസ്റ്റ് സ്റ്റേബിളായിട്ട് തന്നെ വെക്കുക. ഫുള്ള് ഇത് ചെയ്യുക. റിസ്റ്റ് ഇട്ട് റൊട്ടേറ്റ് ചെയ്യാതിരിക്കുക മാക്സിമം. അപ്പോൾ ഈ ബൈസെപ്സിലൊക്കെ ഇങ്ങനത്തെ വർക്കൗട്ടിലൊക്കെ എല്ലാവരും വെയിറ്റ് ആവശ്യമില്ലാതെ കൂട്ടിയിട്ട് നമ്മൾ പൊങ്ങാൻ വേണ്ടി നമ്മൾ ഈ ബാക്ക് കൊണ്ടൊക്കെ ട്വിസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ബാക്ക് കൊണ്ടൊക്കെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ബാക്ക് ഭാഗത്തൊക്കെ നമുക്ക് ഇഞ്ചറി വരെ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ എല്ലാവരും ഈ വെയിറ്റ് കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മസിൽ വരും എന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്ത വെയിറ്റ് എടുത്ത്
ബാക്കിലോട്ട് മാക്സിമം വളഞ്ഞായിരിക്കും അവർ പൊക്കണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബാക്കിൽ നല്ല രീതിക്കുള്ള ഇഞ്ചറി വരും. ചെറിയ ചെറിയ മൈന്യൂട്ട് ഇഞ്ചറി ആയിരിക്കും വരുന്നത്. പക്ഷേ നമ്മൾ ചെയ്ത് പോകുമ്പോൾ നമ്മൾ ആ ഇഞ്ചറി കൂടി വരും. അപ്പോൾ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. നമ്മൾ കറക്റ്റ് വെയിറ്റ് ഇട്ട് നമ്മളെ കൊണ്ട് പറ്റണ നമ്പർ നമ്മൾ കറക്റ്റ് ഫോമിൽ ചെയ്യാൻ നോക്കുക. അല്ല വെയിറ്റ് കൂടുതൽ ഇട്ട് നമ്മൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ കറക്റ്റ് ഫോമിൽ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യാൻ നോക്കുക. ബാക്കി വർക്കൗട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇത്രയും പോർഷൻ അവിടെ സ്റ്റേബിളാണ്. ബാക്കി ഇത്രയും മാത്രം നമ്മൾ ഫുള്ള് ഫോക്കസ് ചെയ്ത് നമ്മൾ ഇതെന്നല്ല ഏത് മസിൽ നമ്മൾ ചെയ്യുന്നോ നമ്മൾ ആ മസിലിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന ഈ ബൈസെപ്സ് എന്ന് പറഞ്ഞ മസിലാണ്. അപ്പോൾ നമ്മൾ ബൈസെപ്സിന് മാത്രം ഫുള്ള് ഫോക്കസ് കൊടുത്ത് ചെയ്യാൻ നോക്കുക. അല്ല വേറെ ഒരു മസിലും നമ്മളൊന്നും ചെയ്യുക. ആ ബൈസെപ്സിന് മാത്രം മാക്സിമം അതൊന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ നോക്കുക.